പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 5-6 തിരുവചനം. ഈ കാരണത്താൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും. ഭാര്യയും ഭർത്താവും ഏക ശരീരമായി തീരും. അവരൊന്നാണ്. മാതാപിതാക്കളെ വിട്ട് സഹോദരന്മാരെല്ലാം വിട്ട് ഒറ്റ ശരീരമായിരിക്കണം. ഭർത്താവിനെ കൂടാതെ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ അവിടെ സദാ കയറി വരുന്നത് നമ്മൾ അറിയില്ല. യേശുവെ നന്ദി, യേശുവെ ആരാധന. വീണ്ടും വചനം പറയുന്നു 6-ാം വാക്യം, തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം കൂട്ടി യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ സാത്താൻ കയറി വരുന്ന 4 മേഖലകളുണ്ട്. 1, മറക്കാൻ പറ്റാത്ത പാപം. 2, മനസ്സിനെ മുറിവേൽപ്പിച്ച പാപം. 3, തീരാത്ത ദുഃഖം. 4, ഒരിക്കലും മരിച്ചാലും മറക്കില്ലെന്ന് പറയുന്ന പാപം. ഇതുമൂലം സാത്താൻ നമ്മുടെ കുടുംബത്തിൽ കയറി വസിക്കും, കുടുംബം തകർത്ത് കളയും. പ്രത്യേകിച്ച് ഭാര്യ. അവൾക്കൊരിക്കലും ഭർത്താവ് വേദനിപ്പിക്കുന്ന വേദനകൾ മറക്കാനാവില്ല. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ യേശു അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പഴം തിന്നിട്ട് ഭർത്താവിനെ ഉണ്ടാക്കി കൊടുത്ത് പാപം ചെയ്തു. അതുകൊണ്ട് ആ പാപം ഇപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പിതാവ് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവർ ക്ഷമിക്കണമേ. അതാണ് പുരുഷനായ കർത്താവ്. പ്രാർത്ഥിക്കണം. പിതാവായ ദൈവമേ, പുത്രൻ കൂട്ടി യോജിപ്പിച്ച ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം സ്വർഗമാക്കി മാറ്റാൻ ദുഷ്ടപിശാച് കയറി വരുന്ന വഴികൾ അടയ്ക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.